പക്ഷേ മന്ത്രിസഭാ രൂപവൽക്കരണത്തിൽ BJPയുടെ അപ്പർ ഹാൻഡ് നമ്മൾ കണ്ടു. ഒരു കഴിഞ്ഞ മന്ത്രിസഭയുടെ തുടർച്ച പോലെ അത് തോന്നുന്നു. എന്ന് മാത്രമല്ല സ്പീക്കർ സ്ഥാനത്തിൽ പോലും BJPയുടെ തീരുമാനം വിജയം കാണുമെന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. അല്ല, സ്പീക്കർ സ്ഥാനം വിജയിപ്പിക്കുന്നതിന് അവർക്ക് പ്രയാസം ഉണ്ടാവേണ്ട കാര്യമില്ല. അവർക്കിപ്പം അവരുടെ മുന്നണിക്ക് ആവശ്യമായ മെമ്പർമാരുണ്ടല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നോൺ BJP സ്പീക്കർ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ അജണ്ടയാണ്. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ നമ്മൾ നടത്തും. ഇതിനകത്ത് ക്യാബിനറ്റിൽ രൂപീകരിക്കാനും സ്പീക്കറെ തിരഞ്ഞെടുക്കലും ഒക്കെ തന്നെ ആദ്യത്തെ ഒരു മധുവിധു കാലത്തെ കാര്യമായിട്ട് കണ്ടാൽ മതി. ഇന്നലെ നടന്ന സർവകലാശാലയിലെ യോഗം നടന്നപ്പോൾ നിതീഷ് കുമാർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മോഡിയെ പൊഴുത്തിക്കൊണ്ട് നിതീഷ് കുമാറിൻ്റെ പ്രസംഗം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അദ്ദേഹം UPA ഭരണകാലത്തിൻ്റെ നേട്ടങ്ങളായിട്ടാണ് നടന്ന സർവകലാശാല അദ്ദേഹത്തിനെ ഇരുത്തിക്കൊണ്ട് പറഞ്ഞു. പിന്നെ ഇവരുടെ അജണ്ടകൾ യൂണിഫോം സിവിൽ കോഡ് അടക്കമുള്ള CAA അടക്കമുള്ള എല്ലാ അജണ്ടകളും ഇപ്പോൾ ആന്ധ്രയിൽ ആദ്യം നടന്നത് എന്താ? ആന്ധ്ര ഗവൺമെൻറ് ആദ്യം ചെയ്തത് എന്താണ്? അവിടുത്തെ മുസ്ലിം റിസർവേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പോൾ BJP അജണ്ട എന്ന് പറഞ്ഞാൽ അവരുടെ ഹിഡൻ അജണ്ടകളൊന്നും ഒറ്റയടിക്ക് നടപ്പിലാക്കാൻ പറ്റാത്ത സാഹചര്യം തന്നെ വലിയ കാര്യമല്ലേ രാജ്യത്ത്.